ഇടുക്കി പീരുമേട് സ്വദേശിയായ ആദിവാസി സ്ത്രീയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. കാട്ടാന ആക്രമണത്തിലാണോ കൊല്ലപ്പെട്ടത് എന്നത് ഉൾപ്പെടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണമുണ്ടാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും എല്ലാ വശവും വിശദമായി അന്വേഷിക്കുമെന്നും ഇടുക്കി എസ് പി ടി.കെ. വിഷ്ണു പ്രദീപ് പറഞ്ഞു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനുവേണ്ടി ഒരു ഫോം ചെയ്തിട്ടുണ്ട്. ഡിവൈഎസ്പി പീരുമേടിൻ്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടന്നു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൂടെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. എല്ലാ ആസ്പെക്റ്റും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ പീരുമേട്ടിലെ ഈ ആദിവാസി സ്ത്രീയുടെ മരണം ആത്മഹത്യയാണെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് തുടക്കത്തിലെത്തിയിരുന്നല്ലോ. അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇപ്പോൾ ഭർത്താവ് ഇപ്പോഴും ആ കാര്യത്തിൽ ഈ മരണം കൊലപാതകമല്ല, ആനയുടെ ആക്രമണത്തിൽ തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. പ്രത്യേക സംഘം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അന്വേഷിക്കുകയല്ലേ രാഹുൽ? ജി.കെ. തീർച്ചയായിട്ടും ഈ പീരുമേട് പ്ലാക്കത്തോടം സ്വദേശി സീതയുടെ മരണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ പരിശോധനയിൽ അത് കാട്ടാന ആക്രമണത്തിലല്ല സീത മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ഈ ഫോറൻസിക് സർജൻ സമർപ്പിച്ചിട്ടുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമായിരിക്കും. പക്ഷേ അതിൽ കാട്ടാന ആക്രമണമല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഫോറൻസിക് സർജൻ. എന്തായാലും ഈ പോലീസ് സംഘം പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്നത്. ഈ കാട്ടാന ആക്രമണം നടന്നു, ആ കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്ന് സീതയുടെ ഭർത്താവ് ബിനു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാന ആക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വിദഗ്ധ സംഘം പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിരുന്നു. അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിനോ അല്ലെങ്കിൽ ഫോറൻസിക് സംഘത്തിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാട്ടാന ആക്രമണം സാധൂകരിക്കുന്ന നിലയിലുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമാണ് അവിടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഇടുക്കി എസ് പി ടി.കെ. വിഷ്ണു പ്രദീപ് പറയുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇനിയിപ്പോൾ അന്വേഷിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു രേഖ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളായിരിക്കും അല്ലേ? കാരണം ഇത് കൊലപാതകമാണ് എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവ് ഒരൊറ്റ നിലപാട് നിൽക്കുന്നു, അത് കാട്ടാന ആക്രമണത്തിലുണ്ടായ മരണമാണെന്ന്. അപ്പോൾ ഈ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പോലീസിന്റെ അന്വേഷണത്തെ സഹായിക്കുന്ന ഒന്നായി മാറും അല്ലേ രാഹുൽ? തീർച്ചയായിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈ എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ആദ്യം പോലീസ് ഒരു തരത്തിലും ഇത് കൊലപാതകമാണെന്നുള്ളൊരു നിഗമനത്തിലേക്കോ സംശയത്തിലേക്കോ ആദ്യഘട്ടത്തിൽ പോയിരുന്നില്ല. പോലീസ് ആദ്യം മുതൽ തന്നെ ഇത് കാട്ടാന ആക്രമണമാണ് എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെ പരിശോധനയുടെ വിവരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത് കാട്ടാന ആക്രമണമല്ല അല്ലെങ്കിൽ കാട്ടാന ആക്രമണമാണെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോകാതിരുന്നത്. അതിന് പിന്നാലെയാണ് വലിയ വിവാദമുണ്ടാവുകയും വലിയ തരത്തിലുള്ള പല കോണിൽ നിന്ന് ഇതിന് കൊലപാതകമാണെന്നുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണം, പ്രത്യേക അന്വേഷണ സംഘം ഇതിനുണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നത്. പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ആദിവാസി സ്ത്രീയുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇടുക്കി എസ് പിക്ക് നേരിട്ട് നിർദ്ദേശം നൽകി. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്, അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം രേഖകളല്ലാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വിവരങ്ങളല്ലാതെ ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ രാഹുൽ, ഏതായാലും ഈ കാര്യത്തിലുള്ള വിശദമായ അന്വേഷണം പ്രത്യേക സംഘം നടത്താൻ പോകുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വിഷയം അന്വേഷിക്കാൻ പോകുന്നത്. ആദിവാസി യുവതി സീതയുടെ മരണത്തിലെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. അത് ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ സത്യങ്ങൾ പുറത്തുവരും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ.